അപ്പോൾ ഇന്ന് നമ്മൾ കടപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ വൈകിട്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് ബീച്ച് വരെ പോകാമെന്ന് വിചാരിച്ചു. അന്നേരം നമ്മളെപ്പോഴും പോവല് കടൽപ്പാലം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ബീച്ചിലൊക്കെയാണ് പോവാറ്, മുഴപ്പിലങ്ങാട്. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ധർമ്മടം ബീച്ചിലേക്ക് പോയി. ഒരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അതിനിടയ്ക്ക് ഒരു ഞണ്ടീനെ കണ്ടു. ഞണ്ടീനെ കണ്ടിട്ട് അതിനടുത്ത് ഏട്ടനതിനായിട്ട് ഭയങ്കര മൽപ്പിടുത്തൊക്കെയായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കിങ്ങനെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ബീച്ചൊക്കെ നോക്കി നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് നേരം നമ്മളുടേതായിട്ടുള്ള കുറച്ച് റീൽസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തു. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ചുമ്മാ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ നടക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. എന്താ അറിയില്ല, അന്നത്തെ ദിവസം മനസ്സിൽ ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അവിടെ പോയി ചുമ്മാ കുറച്ച് നേരം ബീച്ചൊക്കെ നോക്കിയിരുന്നപ്പോൾ ആ സങ്കടമൊക്കെ അങ്ങ് മാറിക്കിട്ടി. നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ എന്താ ഇത് കാണുന്നത് ഞാൻ ഏട്ടനെ കൊണ്ടൊരു വീഡിയോ എടുക്കാൻ നോക്കിപ്പിച്ചതാണ്. എന്നിട്ട് എൻ്റെ കെട്ടിയൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആൾക്ക് ഓടാനൊന്നും പറ്റില്ല, ഓടിയില്ല. അവസാനം ഞാൻ തന്നെ അത് ഏറ്റെടുത്തു, ഞാൻ തന്നെ അത് ചെയ്തു. അങ്ങനെ ഒരു ഒറ്റ റീൽ സെറ്റായി. പിന്നെ നമ്മൾ കുറച്ച് കടപ്പുറത്തൊക്കെ വേണ്ടി നോക്കിയെന്ന് ഇനി നമ്മൾ അടുത്ത റീലിനുള്ള പരിപാടിക്ക് തുടങ്ങി. ഇത് കുറേ ടേക്ക് പോയിട്ടാ, ഈ കാണുന്ന പോലെയൊന്നുമല്ല. ഈ സംഭവം കുറേ ടേക്ക് പോയി. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര ടേക്ക് പോയെന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്ര ടേക്ക് പോയി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയതുകൊണ്ട് അതിലൊക്കെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മളിങ്ങനെ എടുത്തു വെച്ചു. പിന്നെ ഈ കാണുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള റീലായിരുന്നു, നമ്മൾ ചുമ്മാ ചെയ്തതാണ്. അന്നേരം നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്താ, ഫുള്ള് ചെളിയായിരുന്നു. അത് മൊത്തം കഴുകി കളയുന്നതിൻ്റെ രംഗമാണ് കാണുന്നത്. എന്നാലും കാലൊക്കെ കഴുകി അവിടുന്ന് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഏട്ടാ ഡ്രസ്സ് ശരിയല്ല, ഏട്ടാ പാൻറ്റ് ശരിയല്ല, എടുക്കല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവും. അന്നേരം ഏട്ടനും കൂടെ പോയിട്ട് കാലൊക്കെ കഴുകി പാൻറ്റൊക്കെ കഴുകിയിട്ട് പോന്നു. പിന്നെന്താ, കുറച്ച് നേരം അവൻ അവിടെ തന്നെ വെള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെ നിന്നു. കാലൊക്കെ കഴുകി അങ്ങനെ നിന്നു. കുറേ നേരം അവിടെ നിൽക്കണം. ഞാൻ വിളിക്കുന്നുണ്ട് മതി വാ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം നോക്കിക്കൊണ്ടൊരു കൊക്ക്, ആ കൊക്കിന് ആരെയും പേടിയില്ലെന്ന്. അന്നേരം ഞാൻ ചെന്ന് ഓടിച്ചിട്ട് പിടിക്കുന്നതാണ് കാണുന്നത്. ഞാൻ അടുത്തെത്തിയിട്ടും അതിന് വലിയ പേടിയൊന്നുമില്ല. പിന്നീടാണ് അത് അങ്ങനെ പറന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ.